കാർണവർ കൊലക്കേസ് പ്രതി ഷിറിനെതിരെ വീണ്ടും കേസ്. ജയിലിലെ സഹതടവുകാരിയായ വിദേശ വനിതയെ മർദ്ദിച്ചു എന്നതാണ് കേസിൽ പറയുന്നത്. നൈജീരിയൻ പൗരയായ കെയ്ൻ സീംപോ ജൂലിയെയാണ് ആക്രമിച്ചിരിക്കുന്നത്. സഹതടവുകാരി ഷെബ്ന എന്ന സ്ത്രീയാണ് രണ്ടാം പ്രതിസ്ഥാനത്തുള്ളത്. ഷിറിന്റെ ജയിൽ മോചനത്തിനായുള്ള ശുപാർശയ്ക്ക് പിന്നാലെയാണ് പുതിയ കേസ് ഇപ്പോൾ പൊന്തി വന്നിരിക്കുന്നത്. അട്ടക്കുളങ്ങര ജയിലിൽ റാണിയെ പോലെയായിരുന്നു ഷിറിൻ കഴിഞ്ഞിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അതേ ജയിലിൽ തന്നെ സഹതടവുകാരിയായിരുന്ന MS സുനിത രംഗത്തെത്തിയിരുന്നു. അതായത് അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുമ്പോൾ ഉള്ള സംഭവം അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഷിറിൻ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയായ ഷിറിനും മറ്റൊരു തടവുകാരിയും ചേർന്നുകൊണ്ട് മർദ്ദിച്ചു എന്നതാണ് കേസിൽ പറയുന്നത്. ഷിറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയായ വിദേശ വനിതയ്ക്ക് നേരെ തടവുകാരിയായ ഷെബ്നയും ഷിറിനും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഷിറിൻ പിടിച്ചു തള്ളുകയും ഷെബ്ന അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. കണ്ണൂർ ടൗൺ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഷിറിൻ കണ്ണൂർ ജയിലിലാണ് കഴിയുന്നത്. ഷിറിന് ജയിലിനുള്ളിൽ പിടിപാടുണ്ടെന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഓരോ പ്രവർത്തികളും അവർ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ വീണ്ടും ഷിറിൻ അഴിക്കുള്ളിലേക്ക് തന്നെ എത്തുമോ എന്ന നിഗമനം പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ തന്നെ പിൻബലത്തിൽ നിഷ്പ്രയാസം ഷിറിൻ ഊരിപ്പോകും എന്നാണ് ചിലർ വിലയിരുത്തപ്പെടുന്നത്. MS സുനിതയുടെ വെളിപ്പെടുത്തലിൽ ഷിറിൻ നയിച്ചത് നമുക്കറിയാം. അവർ പറഞ്ഞതനുസരിച്ച് ഒരു ആർഭാട ജീവിതം, ആർഭാട സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു DYSPയുമായുള്ള ഷിറിന്റെ വഴിവിട്ട ബന്ധത്തെ അവർ അക്കാര്യവും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഈ പിടിപാടുകളൊക്കെ തന്നെ ഷിറിൻ ഇപ്പോൾ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണിപ്പോൾ കണ്ണൂർ ജയിലിൽ നടന്നതും. ഗുണ്ടായിസം കാണിക്കാം എന്ന മനോഭാവത്തിലാണ് ഷിറിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഭാസ്കര കാർണവർ വധക്കേസിൽ 14 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതി ഷിറിന് ശിക്ഷാവിധി ഇളവ് ചെയ്തുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം വലിയൊരു വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഷിറിന് മാനസാന്തരം വന്നെന്നും നല്ല നടപ്പെന്നും വിലയിരുത്തി ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ജയിലിൽ ഉപദേശക സമിതി തീരുമാനമെടുത്തതും. 20 വർഷത്തിലേറെ ശിക്ഷ അനുഭവിച്ച രോഗികളായവർ വരെ ജയിലിൽ ഉള്ളപ്പോഴായിരുന്നു ഈ ഒരു ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം പുറത്തു വരുന്നതും. തന്റെ വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ചതിനെ തുടർന്നായിരുന്നു ഭർതൃപിതാവിനെ ഷിറിൻ കൊലപ്പെടുത്തിയതും. 2009 നവംബർ 8-നാണ് ഈ ഒരു അരുംകൊല നടക്കുന്നതും. അതേപോലെ തന്നെ ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയത് മകന്റെ ഭാര്യയായിരുന്ന ഷിറിനും കാമുകനും ചേർന്നാണ്. മാവേലിക്കര അതിവേഗ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാർണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കുവാനും ഷിറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനുമായിരുന്നു 2001 ഇവർ വിവാഹിതരായത്. പക്ഷേ വൈകാതെ തന്നെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്താവുകയായിരുന്നു. ഷിറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർതൃമാതാവിനെ വധിക്കുകയായിരുന്നു. സമൂഹ മാധ്യമമായ ഓർക്കുട്ട് വഴി എത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിത് അലി. മറ്റ് 2 പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റാഷിദ്, നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാർണവരെ വധിക്കുന്നത്. സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസിൽ പറഞ്ഞതും. കേസിൽ ഷിറിന്റെ സുഹൃത്തുക്കൾ ജയിലിൽ തുടരുകയാണ് ഇപ്പോഴും. 2010 ജൂൺ 11-നാണ് മാവേലിക്കര അതിവേഗ കോടതി ഷിറിന് ശിക്ഷ വിധിച്ചത്. തുടർന്ന് ഷിറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തുകയായിരുന്നു. വൈകാതെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചുവെന്ന് അത് പിടികൂടിയതോടുകൂടി തന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇവിടെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചു. അത് വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷിറിനെതിരെ പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ ശേഷം പിന്നീട് 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.